ട്രംപിന്റെ വിജയത്തിന് പിന്നാലെ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് ജസ്റ്റിൻ ട്രൂഡോയും ട്രംപുമായുള്ള വാഗ്വാദങ്ങളാണ്. കാനഡയെ അമേരിക്കയുടെ 51ാമത്തെ സംസ്ഥാനമാക്കി മാറ്റുമെന്നാണ് ട്രംപ് ആവർത്തിച്ച് പറയുന്നത്. കാനഡയിലെ ഭൂരിഭാഗം ആളുകളും ഇത് ആഗ്രഹിക്കുന്നുണ്ടെന്നും ട്രംപ് പറയുന്നു. കനേഡിയൻ പൗരന്മാരിൽ കൂടുതലും കാനഡ അമേരിക്കയിലെ ഒരു സംസ്ഥാനമാകണമെന്ന അഭിപ്രായക്കാരാണ്. അതൊരു മികച്ച ആശയമാണ്. അങ്ങനെ ചെയ്താൽ നികുതിയിലും സൈനിക സംരക്ഷണത്തിലും നഷ്ടമാകുന്ന ഭീമമായ തുക കുറയ്ക്കാൻ കഴിയും എന്നാണ് ട്രംപ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. ട്രംപ് ഇത്തരമൊരു ആവശ്യം പരസ്യമായി ഉന്നയിക്കുന്നത് ആദ്യമല്ല. എന്നാൽ അതിർത്തിയിലെ പ്രശ്നങ്ങളും മയക്കുമരുന്ന് കടത്തും ഉൾപ്പെടെ കാനഡയ്ക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകിയ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ അഭിപ്രായ പ്രകടനം പുതിയ മാനം കൈവരിച്ചിരിക്കുകയാണ്. ഇതാദ്യമായല്ല ട്രംപ് ഈ ആശയം ഉയർത്തിക്കൊണ്ടുവരുന്നത്. നവംബറിൽ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുമായുള്ള അദ്ദേഹത്തിന്റെ മാറേ-ലാഗോ എസ്റ്റേറ്റ് അത്താഴ വിരുന്നിനിടെ ഇരു രാജ്യങ്ങളും ലയിപ്പിക്കുന്നതിനെക്കുറിച്ച് ട്രംപ് തമാശ പറഞ്ഞതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ട്രംപിന്റെ ഈ അഭിപ്രായങ്ങൾ സമ്മിശ്ര പ്രതികരണങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തു. ചില കനേഡിയൻ ഉദ്യോഗസ്ഥർ ട്രംപിന്റെ പരാമർശങ്ങൾ അപമാനകരമാണെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തു. ഇതിനിടയിൽ ഇപ്പോൾ കാനഡയിൽ നിന്നുള്ള പൗരന്മാർ അമേരിക്കയിൽ ചേരാൻ ആഗ്രഹിക്കുന്നുവെന്ന് US സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാട്സ് പറയുന്നുണ്ട്. കാനഡയിലെ ഭൂരിഭാഗം പൗരന്മാർക്കും അമേരിക്കയിലെ ജീവിത രീതി ഇഷ്ടമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. മീറ്റ് ദി പ്രസ് എന്ന പരിപാടിയിൽ ക്രിസ്റ്റ്യൻ വെൽക്കറുമായുള്ള അഭിമുഖത്തിലാണ് അദ്ദേഹം ഈ അഭിപ്രായം പ്രകടിപ്പിച്ചത്. ഫ്ലോറിഡയിൽ താമസിക്കുന്ന കാനഡക്കാരുമായി താൻ സംസാരിച്ചിട്ടുണ്ടെന്നും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തന്റെ അവകാശവാദമെന്നും അദ്ദേഹം പറയുന്നു. കാനഡയിലെ ലിബറൽ നയങ്ങൾ കാരണം പലരും രാജ്യം വിടാൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാനഡയെ അമേരിക്കയോട് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പരാമർശത്തെ അടിസ്ഥാനമാക്കി ക്രിസ്റ്റ്യൻ വെൽക്കർ ചോദിച്ച ചോദ്യത്തിനാണ് വാട്സ് തന്റെ നിലപാട് അറിയിച്ചത്. ട്രംപ് കാനഡയെ കൂട്ടിച്ചേർക്കാൻ പദ്ധതിയിടുന്നുണ്ടോ എന്നായിരുന്നു വെൽക്കറുടെ ചോദ്യം. തീർച്ചയായും കാനഡയെ ആക്രമിക്കാൻ നിലവിൽ പദ്ധതിയില്ല എന്നാണ് താൻ കരുതുന്നത്. എന്നാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്ക് ചേരണമെന്ന് കാനഡയിലെ പലരും ആഗ്രഹിക്കുന്നുണ്ട്. കനേഡിയൻ പ്രധാനമന്ത്രി ട്രൂഡോയുടെ കീഴിലുള്ള കഴിഞ്ഞ 10 വർഷത്തെ ലിബറൽ പുരോഗമന ഭരണം കാനഡയിലെ ജനങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നില്ലെന്നും വാട്സ് മറുപടി നൽകി. ട്രംപ് കാനഡയെ അമേരിക്കയോട് ചേർക്കാൻ താല്പര്യപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായും US പ്രസിഡന്റിന് അത്തരമൊരു നീക്കമുണ്ടെന്നും ദേശീയ ഉപദേഷ്ടാവ് പറയുന്നു. കാനഡയിലെ ഭൂരിഭാഗം ആളുകളും താരിഫുകളില്ലാതെയും കുറഞ്ഞ നികുതികളോടെയും US ചേരാൻ ആഗ്രഹിക്കുന്നുവെന്നും വാട്സ് കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഫ്ലോറിഡയിലെ തന്റെ അയൽക്കാരിൽ പലരും കാനഡക്കാരാണ്. ലിബറൽ നയങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ ഇവിടേക്ക് താമസം മാറിയെന്നും വാട്സ് പറയുന്നു. എന്നാൽ വാട്സിന്റെ അവകാശത്തെ വെൽക്കർ എതിർക്കുകയും ചെയ്തു. നിങ്ങളുടെ അഭിപ്രായത്തോട് ചില കാനഡക്കാർ വിയോജിക്കുമെന്നാണ് താൻ കരുതുന്നതെന്നാണ് വെൽക്കർ അഭിപ്രായപ്പെട്ടത്. വാട്സിന്റെ അവകാശവാദം ഇപ്പോൾ വിവാദമായിരിക്കുകയാണ്. കാനഡക്കാർ അമേരിക്കയിൽ പൗരത്വത്തിനായി അപേക്ഷിക്കുന്നതിന്റെ കൃത്യമായ കണക്കുകൾ ലഭ്യമല്ല. എന്നാൽ കാനഡയിൽ നിന്ന് US കുടിയേറ്റം വളരെ കുറവാണെന്ന് വിദഗ്ധർ പറയുന്നു. വാട്സിന്റെ അവകാശവാദം അടിസ്ഥാനരഹിതമാണെന്നും രാഷ്ട്രീയ പ്രേരിതമാണെന്നും സോഷ്യൽ മീഡിയ ആരോപിക്കുന്നു. ട്രംപ് തന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചപ്പോൾ മുതൽ കാനഡയെ US ചേർക്കുമെന്ന് പ്രഖ്യാപനം നടത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ട്രംപും ട്രൂഡോയും തമ്മിൽ വാഗ്വാദങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു. രാജ്യം വിൽക്കാൻ വെച്ചിരിക്കുകയല്ല എന്ന് കാനഡ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് US പുതിയ നീക്കം നടത്തുന്നത്.